ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യെശയ്യാ പ്രവചന പുസ്തക പഠനത്തിലേക്ക് സ്വാഗതം. 18ാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ഒൻപതാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 7 വാക്യങ്ങൾ ആദ്യം ഒന്ന് ലളിതമായി അവതരിപ്പിക്കാം. തുടർന്ന് അതിൻ്റെ ഒരു രത്നച്ചുരുക്കം, അതിൻ്റെ ആശയത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ആദ്യത്തെ 7 വാക്യങ്ങൾ ആദ്യം ഒന്ന് വായിക്കണം. വായിച്ചാൽ മാത്രമേ നമ്മൾ ചിന്തിക്കുന്നത്, പറയുന്നത്, വിശദീകരിക്കുന്നത് എന്തെന്ന് അല്പമെങ്കിലും നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കുക, ബൈബിളുള്ളവർ തുറന്നു വയ്ക്കുക, വായിക്കുക, കേൾക്കുക. 9ാം അധ്യായം ആദ്യത്തെ 7 വാക്യങ്ങൾ. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കില്ല. പണ്ട് അവൻ സെബൂലൻ ദേശത്തിനും നഫ്താലി ദേശത്തിന് ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാനക്കരയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്ന പോലെയും ആകുന്നു. അവർ ചുമക്കുന്ന നുകവും അവൻ്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവൻ്റെ വടിയും മിഥ്യാൻ്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിൻ്റെ ചെരുപ്പൊക്കെയും രക്തം പുരണ്ട വസ്ത്രവും വിറകുപോലെ തീക്കിരയായിത്തീരും. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവൻ്റെ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകുകയില്ല. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ നീതിയോടും ന്യായത്തോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത അതിനെ നിവർത്തിക്കും. ഇതാണ് ആദ്യത്തെ 7 വാക്യങ്ങളുടെ ആശയം. 8ാം അധ്യായം അവസാനിപ്പിക്കുമ്പോൾ അതിൻ്റെ 22ാം വാക്യം അവസാനിപ്പിച്ചത്, അവർ ഭൂമിയിൽ നോക്കുമ്പോൾ കഷ്ടതയും അന്ധകാരവും സങ്കടവുമുള്ള തിമിരവും കാണും, കൂരിരുട്ടിലേക്ക് അവരെ തള്ളിക്കളയും. ഇപ്പോൾ വളരെ അരിഷ്ടതയും അന്ധകാരവും നിരാശയും മങ്ങലുമൊക്കെ നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് 8ാം അധ്യായം 22ാം വാക്യം അവസാനിപ്പിച്ചത്. പക്ഷെ 9ാം അധ്യായം ആരംഭിക്കുമ്പോൾ ഒരു പുതിയ ഉദയത്തിൻ്റെ സൂചന നൽകുകയാണ്. ഒരു പുതിയ പ്രഭാതം, പുതിയ ഉദയം ഉണ്ടാകുന്നതിനെക്കുറിച്ച്. ഇപ്പോൾ വെറുപ്പിൻ്റെയും നിഷേധത്തിൻ്റെയും അവഗണനയുടെയും നിഴല് മാറിപ്പോകുന്നൊരവസ്ഥ, അത് മനോഹരമായ 1-2 വാക്കുകൾ പറയുന്ന പോലെ മഹത്വത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നതിനെക്കുറിച്ചാണ് 9ാം അധ്യായം പറയുന്നത്. ഇത് കർത്താവ് യേശുവിൻ്റെ വരവിനെ കുറിച്ചുള്ള സൂചനയാണ്. കാരണം മത്തായിയുടെ സുവിശേഷം 4ാം അധ്യായം 12 മുതൽ 16 വരെ ഇതേ വേദഭാഗം ഉപയോഗിക്കും. അവിടെ പറയുന്ന, യോഹന്നാൻ തടവിലായി എന്ന് കേട്ടപ്പോൾ അവൻ ഗലീലയ്ക്ക് വാങ്ങിപ്പോയി നസ്രയത്ത് വിട്ടു സെബൂലൻ്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കഫർനഹൂമിൽ ചെന്നു. എന്നിട്ട് സെബൂലൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയും യോർദാനക്കരയുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിൻ്റെ ദേശത്തിൽ നെല്ലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത് നിവൃത്തിയാകാൻ ഇടവന്നു. അപ്പോൾ യെശയ്യാ പ്രവാചകൻ പറഞ്ഞതിൻ്റെ നിവൃത്തി മത്തായി 4ാം അധ്യായം 12 മുതൽ 16 വരെ. അത് മശിഹായുടെ ആഗമനത്തെക്കുറിച്ചാണ്. ഇപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ആഗമനവും അതിനെ തുടർന്ന് ലഭിക്കുന്ന സകല അനുഗ്രഹങ്ങളും ക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ ഫലമാണ്, ക്രിസ്തുവിൻ്റെ വാഴുന്നതിൻ്റെ ഫലമാണ്. അതൊരു അനുഗ്രഹത്തിൻ്റെ ഫലമാണ്. യെശയ്യാ 9ന്റെ 3ാം വാക്യം പറയുന്ന പോലെ ഒരു വിസ്തീർണമുടയുണ്ട്, ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ചില സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷത്തെക്കുറിച്ച് കൊയ്ത്തുകാലത്തെ സന്തോഷത്തെ പോലെയും കൊള്ള പങ്കിടുന്നതിൻ്റെ സന്തോഷത്തെയും ഒന്നിച്ചുകൊണ്ടാണ് പറയുന്നത്. ഒരു വർധനവിൻ്റെ കാലമാണ് കർത്താവ് ഭരിക്കുന്ന കാലം. അപ്പോൾ ഇതൊരു വളരെ വിജയത്തിൻ്റെ, ദണ്ഡിപ്പിക്കുന്ന അവസ്ഥ, പീഡിപ്പിക്കുന്ന അവസ്ഥ, അതിൻ്റെ മേലൊരു വിജയം നൽകുന്ന കാലമായിട്ട് 4-5 വാക്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അവൻ ചുമക്കുന്ന നുകവും അവൻ്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നുണ്ട് വടിയും മിഥ്യാൻ്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. ദണ്ഡനവും പീഡനവും എല്ലാം അവസാനിക്കുന്ന അവസ്ഥ മശിഹായുടെ ഭരണത്തെക്കുറിച്ചുള്ള സൂചനയാണ്. ഈ ഒരു കുറിപ്പിൽ യെശയ്യാ വളരെ മുന്നിലേക്ക് നോക്കിയാണ്, പ്രവചനത്തിലൂടെ മുന്നിലേക്ക് നോക്കുന്ന ഒരു കാലത്തെക്കുറിച്ച് കാണുകയാണ്. നീതിയും സമാധാനവും ന്യായവുമൊക്കെ നിലനിൽക്കുന്ന ഒരു കാലം വരുന്നതിനെക്കുറിച്ചുള്ള സൂചനയാണ് ഈ 7 വാക്യത്തിൽ പറയുന്നത്. ചിലർ ഇതിനെ എസ്കിയ രാജാവിൻ്റെ ഭരണത്തെക്കുറിച്ച് പറയാറുണ്ടെങ്കിലും ഇത് പുതിയ നിയമത്തിൽ ഈ വാക്യങ്ങൾ ഉപയോഗിച്ചതുകൊണ്ട് ഇത് മശിഹായുടെ ആഗമനത്തെയും ഭരണത്തെയും കുറിച്ചുള്ളതാണ് എന്ന് വ്യക്തമാണ്. ആദ്യത്തെ 5 വാക്യങ്ങൾ ഒരു വലിയ പ്രകാശത്തെക്കുറിച്ച് കാണും. ഒരു വലിയ പ്രകാശം. എബ്രായ ബൈബിളിൽ 9ാം അധ്യായത്തിൻ്റെ 1ാം വാക്യം ശരിക്ക് 8ന്റെ 21ാം വാക്യം എന്ന് കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ. കാരണം ബൈബിൾ എഴുതപ്പെട്ട സമയത്ത് ഈ വാക്യങ്ങളുടെ നമ്പറുകളോ അധ്യായങ്ങളുടെ നമ്പറുകളോ ഒന്നും ഉണ്ടായില്ല, പിന്നീട് ചേർക്കപ്പെട്ടതാണ്.
പിന്നീടുള്ള കഴുത്ത് പ്രതികളിലാണ് നമ്പറും അധ്യായത്തിൻ്റെ നമ്പറും വാക്യ നമ്പറും ഒക്കെ ചേർക്കപ്പെട്ടതെന്ന് അതൊരു വിഷയമല്ല. പക്ഷെ ഒരു കാര്യം ഇവിടെ വ്യക്തമായി നമുക്ക് കാണാം, ഇത് ന്യായമാണ്. കാരണം 9-ാം അധ്യായത്തിൻ്റെ ആരംഭവാക്യം ശരിക്കും 8-ാം അധ്യായത്തിലെ ചിന്തകളോട് തുടരുന്നതാണ്. നമ്മൾ നേരത്തെ കണ്ടു, അരിഷ്ടതയും അന്ധകാരവും നിരാശയും മാത്രം അവതരിപ്പിക്കുന്നൊരവസ്ഥയാണ് 8:22 കണ്ടത്. പക്ഷെ 9-ലേക്ക് വരുമ്പോൾ ഇവിടെ ഇതാ നഫ്താലിയെക്കുറിച്ച് സെബൂലിനെക്കുറിച്ചൊക്കെ പറയുന്നു. അവർക്ക് ചില അതിരുകൾ വിഭാഗിച്ചു കൊടുത്തു. കർമ്മേൽ പർവ്വതത്തിൻ്റെ വടക്കായിട്ടുള്ള അവർക്ക് വിഭാഗിച്ചു കൊടുത്തത് ഗലീല കടൽക്കരയിലുള്ള ദേശങ്ങളാണ്. അതൊരു സങ്കര വർഗമായി തുടരുന്ന ജനങ്ങളാണ് അവിടെ. യെശയ്യാവിൻ്റെ കാലത്ത് അവരെ വിളിച്ചിരുന്നവരെ ജാതികളുടെ ഗലീല എന്നാണ് ഈ സെബൂലിനെയും നഫ്താലിനെയും പരാമർശിച്ചത്. ജാതികളുടെ ഗലീല, ഗാലിലി ഓഫ് ദ ജെൻറ്റൈൽസ്. ഇപ്പം നസറേത്ത് എന്ന പട്ടണം, കർത്താവ് യേശുക്രിസ്തു വളർന്നു വന്ന നസറേത്ത് എന്ന പട്ടണം ഈ അതിരിനുള്ളിൽപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത് ഇവർക്കും കിട്ടുന്ന അനുഗ്രഹത്തെക്കുറിച്ചാണ്. 2 വാക്കുകൾ എബ്രായ ആദ്യം ചില ആമുഖമായി ചില കാര്യങ്ങൾ പറയാം. അത് ഒരു പക്ഷേ അല്പം ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ പോലും പിന്നീട് ഒരിക്കൽ കൂടെ കേൾക്കുവാൻ സാധിക്കുമെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ 2 വാക്കുകൾ, ഒന്ന് നടക്കുക, ഒന്ന് ജീവിക്കുക എന്ന വാക്ക് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ പൂർണ്ണതയുള്ള ഒരു പ്രവൃത്തിയെക്കുറിച്ച് കാണിക്കാനാണ്. നടക്കുക, ഇംഗ്ലീഷിൽ വാക്ക് ആൻഡ് ലീവ്, ഒരു കംപ്ലീറ്റഡ് ആക്ഷൻ, പൂർണ്ണതയുള്ള ഒരു പ്രവൃത്തിയെക്കുറിച്ച് പറയാനാണ്. അവിടെ ദൈവമാണ് അത് ഇവരോട് ആവശ്യപ്പെടുന്നത്. കാരണം അവിടെ പറയുന്നത് പോലെ ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അപ്പോൾ അവിടെ ഇരുട്ടിലാണ് അവരുടെ ജീവിതം കിടന്നത്. അതിൽ ദൈവം മാറ്റുന്ന അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ നിന്നാണ് ഇത് അവതരിപ്പിക്കുന്നത്. കാരണം ദൈവത്തിന് 1000 വർഷം ഒരു ദിവസം പോലും, ഒരു ദിവസം 1000 വർഷം പോലെയാണെന്ന് പത്രോസിൻ്റെ 2-ാം ലേഖനം 3:8 പറഞ്ഞിട്ടുണ്ട്. 2-ാമത്തെ വാക്കിലേക്ക് നോക്കാം. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. തമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. വെളിച്ചം, പ്രകാശം. യോഹന്നാന്റെ സുവിശേഷം, ആ സുവിശേഷത്തിലെ വിഷയം അവതരിപ്പിക്കുന്നതിന് മുമ്പ് യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ ആദ്യത്തെ 18 വാക്യങ്ങൾ അതിൻ്റെ ആമുഖമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ ആമുഖമായിട്ടാണ് ആദ്യത്തെ 18 വാക്യങ്ങൾ. ആ 18 വാക്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം ഇപ്രകാരമാണ് അവിടെ പരാമർശിച്ചത്. 1:9 പറയുന്നത്, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. കർത്താവ് യേശുവിനെ അവതരിപ്പിക്കുമ്പോഴാണ് അത് അവതരിപ്പിച്ചത്. കർത്താവ് തന്നെ പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം 8:12, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, എന്നിൽ നടക്കുന്നവൻ ഇരുട്ടിൽ നടക്കില്ല, ജീവന്റെ പ്രകാശമുള്ളവനാകും. ശ്രദ്ധിക്കുക, ഈ പറയുന്നത് ക്രിസ്തുവിൻ്റെ മുഴുവൻ ശുശ്രൂഷയും അതിനെ തുടർന്ന് ലഭിച്ച സകല നന്മകളും അനുഗ്രഹങ്ങളും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വെളിച്ചം എന്ന വാക്കുള്ളത് അർത്ഥമാണ്. മനുഷ്യന് കിട്ടിയ വെളിച്ചം, ക്രിസ്തുവിൻ്റെ സകല ശുശ്രൂഷകളും, ക്രിസ്തു മനുഷ്യവർഗത്തിന് വേണ്ടി ചെയ്ത എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും, അതിൻ്റെ ഒറ്റ വാക്ക് പറഞ്ഞാൽ ലൈറ്റ്, വെളിച്ചം. അതാണ് ഇവിടെ ഇരുട്ടിൽ നിന്ന് ജനം വലിയൊരു വെളിച്ചം കണ്ടു. 3-ാമത്തെ വാക്യം യെശയ്യാ 9 3-ാമത്തെ വാക്യം പറയുന്നു, നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു, അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്നു. അപ്പം ആ ഒരു വെളിച്ചത്തിൻ്റെ ആഗമനത്തോടെ വരാൻ പോകുന്ന വിശാലത, സന്തോഷം, അനുഗ്രഹത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സമർത്ഥമായ അനുഗ്രഹം, വിജയം, പീഡിപ്പിക്കുന്നതിന് മേലുള്ള വിജയം. 2 തരത്തിലുള്ള അവസ്ഥകളാണ് 4-ാമത്തെ വാക്കിൽ പറയുന്നത്. അവർ ചുമക്കുന്ന നുകവും അവൻ്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നതിൻ്റെ വടിയും മിഥ്യാൻ്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. എല്ലാ പീഡനങ്ങളും ദണ്ഡനങ്ങളും അവസാനിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച്, മിഥ്യാൻ്റെ യുദ്ധത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. അതാണ് 6 മുതൽ 8 വരെ ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലുള്ള മിഥ്യാൻ്റെ കാര്യങ്ങൾ, അതെല്ലാം പരാമർശിച്ചുകൊണ്ടാണ് പറയുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് അല്പം കൂടി അടുത്ത് വരുമ്പോൾ 6-7 വാക്കുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. 6-7 വാക്കുകൾ പറയുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ഇത് എബ്രായ ഭാഷയിലെ വാക്യങ്ങൾ എഴുതുമ്പോൾ ആദ്യം വെർബാണ് ആദ്യം എഴുതാറുള്ളത്. പക്ഷെ ഇവിടെ അത് പകരം തിരിച്ചാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട. ഇവിടെ പറയുന്നത്, ഇവിടെ പ്രവാചകൻ വ്യക്തമായിട്ട് പറയുന്നത്, ആധിപത്യം അവൻ്റെ ചുമലിൽ മേലിരിക്കും, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും എന്നിവിടെ പറയുകയാണ്. ഈ ലഭിച്ച ശിശു, നൽകപ്പെട്ട ഈ ശിശു അല്ലെങ്കിൽ മകൻ ആധിപത്യമുള്ള വ്യക്തിയാണ്, ഒരു ഭരണാധികാരിയാണ്. ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്നാണെന്ന് അവിടെ വ്യക്തമായി പറയും. അതിൻ്റെ 7-ാം വാക്യം, ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവനതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ചു നിലനിർത്തും. അപ്പോൾ ദാവീദിൻ്റെ കുടുംബം, സിംഹാസനം തലമുറയിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്.
ഇത് സാധാരണ വ്യക്തിയല്ല. സാധാരണ വരുന്ന ഒരു ദാവീദിന്റെ സന്തതിയിൽപ്പെട്ട ഒരു രാജാവിനെ കുറിച്ച് പറയുന്ന പോലെ സാധാരണ ഒരു രാജാവിനെ കുറിച്ചല്ല. ആ രാജാവിൻ്റെ പ്രാധാന്യത്തെയും പ്രത്യേകത അവതരിപ്പിക്കാനാണ് ചില വിശേഷണങ്ങൾ അവതരിപ്പിക്കുന്നത്. അവൻ ഇന്ന പേർ വിളിക്കപ്പെടും. പഴയ കാലത്ത് ഓരോ വ്യക്തിയുടെ പേരുകൾ, ആ വ്യക്തിയുടെ സ്വഭാവം, വ്യക്തിയുടെ ജീവിത ലക്ഷ്യം, വ്യക്തിയുടെ പ്രകൃതി എന്നത് പരാമർശിക്കുന്ന ഓരോ പേരുകൾ. അത് അബ്രഹാം എന്നാകട്ടെ, അബ്രഹാം എന്നാകട്ടെ, സാറ എന്നാകട്ടെ, സാറായി എന്നാകട്ടെ, ഓരോ പേരുകൾക്കൊരു അർത്ഥമുണ്ട്. ഇവിടെയും ചില പേരുകൾ വരാൻ പോകുന്ന നൽകപ്പെടുന്ന ശിശുവിനെ കുറിച്ച് പറയുകയാണ്. ഒന്നാമത്തെ പേര് അത്ഭുത മന്ത്രി, വണ്ടർഫുൾ കൗൺസിലർ. അത്ഭുത മന്ത്രി, ശരിക്കും ആ വാക്ക് പറയുമ്പോൾ വണ്ടർ ഓഫ് എ കൗൺസിലർ. ഒരു മന്ത്രി എങ്ങനെയായിരിക്കണമെന്നതിൻ്റെ പൂർണ്ണരൂപം. വണ്ടർഫുൾ, അത്ഭുതകരമായൊരു മന്ത്രി എന്ന ആ വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത്ഭുതം, അത്ഭുത പ്രവൃത്തി, അത്ഭുതങ്ങൾ എന്ന വാക്ക് പഴയമത്തിൽ വളരെയധികം തവണ ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് പറയാൻ, അമാനുഷികമായ അനിതര സാധാരണമായ ദൈവത്തിൻ്റെ അത്ഭുത വീര്യ പ്രവൃത്തികളെക്കുറിച്ച് പറയാൻ പലതവണ ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ്. ഒന്ന് ദിനവൃത്താന്തം 16-ാം അധ്യായത്തിൻ്റെ 13-24, യോബിൻ്റെ പുസ്തകം 42-3. യോബ് അവസാനം പറയുന്നു, ഞാനിപ്പോൾ അവൻ്റെ അത്ഭുതങ്ങൾ കണ്ടിരിക്കുകയാണ്, പണ്ട് എനിക്കറിയില്ലായിരുന്നു. സങ്കീർത്തനം 78-32 അവൻ്റെ അത്ഭുത പ്രവർത്തികൾ. 96-ാം സങ്കീർത്തനം 3-ാം വാക്യം ഇതിൻ്റെ അത്ഭുതങ്ങൾ. 98-ാം സങ്കീർത്തനം 1, 119-ാം സങ്കീർത്തനം 18, 119-ന്റെ 129, 139-ന്റെ 14, 145-ന്റെ 5, യെശയ്യാ 28-ന്റെ 29, യെരമ്യാ 21-2. ഇവിടെ എല്ലാം ഇതിൻ്റെ അത്ഭുത പ്രവർത്തികൾ. ഈ അത്ഭുതകരമായി പ്രവർത്തിക്കുന്നവനാണ്. ഇവിടെ ഇതാ ലോകത്തിൽ നമുക്കറിയാം, സാധാരണ രാജാക്കന്മാരെ സംബന്ധിച്ച് അവർക്ക് ലഭിക്കുന്ന ഈ മന്ത്രിമാരിന് ലഭിക്കുന്നതായ ഈ ഉപദേശങ്ങളും ആലോചനകളും ഒക്കെ വെറും മാനുഷികമാണ്. അത് പലതും മൂഢത്തരമാണ്. മനുഷ്യൻ്റെ ആത്മീയ കാര്യങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത ആലോചനകളാണ്, മാനുഷിക ഉപദേശങ്ങളെല്ലാം. അതിൽ ആത്മീക ജ്ഞാനമില്ല. പക്ഷെ ഇവിടെ നമുക്ക് നൽകപ്പെടുന്ന ഈ മന്ത്രി അത്ഭുത മന്ത്രിയാണ്. അത്ഭുതകരമായ ജ്ഞാനം, അത്ഭുതകരമായ ആലോചന പകർന്നു തരുന്ന വ്യക്തിയാണ്. ഇത് ദിവ്യമായ ജ്ഞാനം നമുക്ക് പറഞ്ഞു തരികയാണ്. ഈ ഭൂമിയിൽ നമ്മളുടെ ജീവിതത്തെ എങ്ങനെ നയിക്കണം, എങ്ങനെ മുന്നോട്ട് നടത്തണം എന്നതിൻ്റെ ദിവ്യമായ ജ്ഞാനം പകർന്നു തരുന്ന വ്യക്തിയാണിത്. യാക്കോബ് 1:5 നിങ്ങൾ ഒരുത്തരും ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭർഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ എന്ന് പറയും, അപ്പോൾ അത് അവന് ലഭിക്കും. ഇവിടെ അതേ പുസ്തകത്തിൽ തന്നെ 3-ാം അധ്യായ യാക്കോബിൻ്റെ 13-18 വരെ സ്വർഗത്തിൽ നിന്നുള്ള ജ്ഞാനവും ഭൗമികമായ പൈശാചിക ജ്ഞാനവും തമ്മിലുള്ള വൈരുദ്ധ്യം കാണിക്കും. അവിടെ 13-ാം വാക്യം യാക്കോബ് പറയും, നിങ്ങളെ ജ്ഞാനി വിവേകിയുമായവനാർ അപ്പോൾ ജ്ഞാനലക്ഷണമായി സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. എന്നാൽ നിങ്ങൾ ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും സാക്ഷ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും അതിന് പോഷ്ക്ക് പറയുകയും അരുത്. ഇത് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവുമാണ്. ലോകപ്രകാരമുള്ള ജ്ഞാനമാണ്. ഇതാണ് പലരും പേരിൻ്റെ പുറകെ വാലുപോലെ എഴുതി വെച്ചിരിക്കുന്നത്. ആ ജ്ഞാനത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഈ അത്ഭുത മന്ത്രി, അത്ഭുതകരമായ ജ്ഞാനം നമുക്ക് നൽകിത്തരുന്ന ഈ വ്യക്തിയെക്കുറിച്ചാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം യാക്കോബ് 3:17 അത് ഒന്നാമത് നിർമ്മലം, പിന്നെ സമാധാനം, ശാന്തം, അനുസരണമുള്ളത്, കരുണയും സൽഗുണവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാണ്. ഇത് 2 വിധത്തിലുള്ള ജ്ഞാനത്തിൻ്റെ വൈരുദ്ധ്യം യാക്കോബിലൂടെ അവതരിപ്പിക്കും. ഇവിടെ നമ്മൾ കണ്ടത് ഈ ശിശു നൽകപ്പെട്ട മകൻ അത്ഭുത മന്ത്രിയാണ്. ഇവിടെ മറ്റൊരു പേര് വീരനാം ദൈവം. ഈ ശിശുവിൻ്റെ ദൈവികത്വത്തെ കാണിക്കുകയാണ്, ദൈവികമായ അവസ്ഥയെ കാണിക്കുകയാണ് ഈ നാമം വീരനാം ദൈവം. ഇതേ പുസ്തകം യെശയ്യാപ്രവചന പുസ്തകത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ വീരനാം ദൈവം എന്ന് പറയുന്ന യഹോവയെക്കുറിച്ചാണ്. ഒരു ശേഷിപ്പ് മടങ്ങി വരും, ഷെയാർ യാശൂബ് എന്ന് പറഞ്ഞിട്ട് യാക്കോബിൻ്റെ ശേഷിപ്പ് വീരനാം ദൈവത്തിലേക്ക് മടങ്ങി വരും. ദൈവം വീരനാം ദൈവമാണ്. ദൈവത്തെക്കുറിച്ച് അങ്ങനെ വ്യക്തമായി കാണാൻ സാധിക്കും. ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ മോശ ഇപ്രകാരം അവതരിപ്പിക്കും. ആവർത്തന പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. മോശയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. അവിടെ പറയുന്നത്, നിങ്ങളുടെ ദൈവമായ യഹോവ ദേവാദി ദൈവവും കർത്താദി കർത്താവുമായി വല്ലഭനും ഭയങ്കരനുമായ മഹാദൈവമല്ലോ. അവൻ മുഖം നോക്കുന്നില്ല, പ്രതിഫലം വാങ്ങും. ദൈവം മഹാദൈവമാണ്, വീരനാം ദൈവം. ഇംഗ്ലീഷിൽ അവിടെ അതേ വാക്കാണ്, മൈറ്റി ഗോഡ്. ഇത് സാധാരണ വിശേഷണമല്ല. ഇത് ഈ നൽകപ്പെട്ട ശിശുവിനെ കുറിച്ച് പറയുന്ന സാധാരണ വിശേഷണം മൈറ്റി, വീരനാം ദൈവം. ദൈവത്തിൻ്റെ വിശേഷണമാണ് കൊടുത്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ നാമം മറ്റ് സാധാരണ ഒരു ദൈവത്തിൽ കുറഞ്ഞ ഒരാൾക്ക് നൽകില്ല. മൂന്നാമത് നിത്യപിതാവ്. അപ്പോൾ ഈ പിതാവ് എന്ന് പറയുന്ന വിശേഷണത്തിലൂടെ ഇത് വ്യക്തമായി കാണിക്കുകയാണ്, നിത്യനായ സ്വഭാവം, നിത്യനായിട്ടുള്ളവനാണ്.
മശിഹയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. മശിഹയെ നിത്യപിതാവെന്ന് പരാമർശിക്കുന്ന വേദഭാഗമാണ്. പഴയത്തിൽ ദൈവത്തെയാണ് പിതാവെന്ന് പരാമർശിക്കുന്നത്. 7 വാക്യങ്ങളിൽ 8 തവണ ഈ വാക്ക് കാണും. ദൈവത്തെ പിതാവെന്ന് പരാമർശിക്കും. നമുക്ക് ഈ വാക്കുകൾ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്, ഈ വായിക്കേണ്ടതാണ്. 7 വാക്യങ്ങളിൽ ദൈവത്തെ പിതാവെന്ന് അവതരിപ്പിക്കുന്നു. ആവർത്തന പുസ്തകത്തിൻ്റെ 32-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കാതെ അങ്ങനെ ഇവിടെ ഉണ്ടെന്നറിയിക്കാൻ വേണ്ടി മാത്രം ആവർത്തന പുസ്തകത്തിൻ്റെ 32-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ അവിടെ പറയുന്നത്, പോഷത്വം ഞാൻ അജ്ഞാനമുള്ള ജനമേ, ഇങ്ങനെയോ നിങ്ങൾ യഹോവയ്ക്ക് പകരം കൊടുക്കുന്നത്, അവനല്ലോ നിന്റെ പിതാവ് നിന്റെ ഉടയവൻ. ദൈവത്തെ പിതാവെന്ന് അവതരിപ്പിക്കുന്നു. സംഖ്യത്തിൽ 89-26. യെശയ്യാവ് 9:6 നമ്മൾ വായിക്കുന്ന ഭാഗം. യെശയ്യാവ് 63:16 2 തവണ കാണും ദൈവമല്ലോ നമ്മുടെ പിതാവ്. യെശയ്യാവ് 64:8 കാണും. യെരമ്യാവ് 3-ാം അധ്യായം 4-ഉം 19-ഉം വാക്യത്തിൽ കാണും. അപ്പോൾ ദൈവം നമ്മളെ പിതാവെന്ന് അവതരിപ്പിച്ചിരിക്കുകയാണ്. അതേസമയത്ത് ദൈവം ഞാൻ അവർക്ക് പിതാവിനെ പോലെ ആയിരിക്കുമെന്ന പ്രയോഗത്തിലും 2 ശമൂവേൽ 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിലെ ഇവിടെ ശലോമോനുള്ള ബന്ധത്തിൽ ഇപ്രകാരമാണ് അവിടെ അവതരിപ്പിച്ചത്. 2 ശമൂവേൽ 7:14 പറഞ്ഞു, ഞാൻ അവന് പിതാവും അവനെനിക്ക് പുത്രനുമായിരിക്കും. മനുഷ്യരോട് ചില മനുഷ്യരോട് സംസാരിക്കുമ്പോൾ അവരെ സംസാരിക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ അവർക്ക് പിതാവാണ്. മോശയോട് പറഞ്ഞു, അവർക്ക് അഹരോൻ നിന്റെ പിതാവിനെ പോലെയാണ് എന്ന് പറഞ്ഞ പോലെ. സംഗീതത്തിൽ 68:5, 103-ാം സങ്കീർത്തനം 13, അവിടെയും ദൈവം നമ്മുടെ പിതാവായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. പിതാവ് മക്കളോട് കരുണ തോന്നുന്ന പിതാവ്. സദൃശവാക്യം 3:12, യെരമ്യാവ് 31:9, മാലാഖി 1:6. ഇവിടെ ദൈവം വ്യക്തമായിട്ട് മാലാഖിയിലൂടെ മനോഹരമായിട്ട് അതുപോലെ അവതരിപ്പിക്കും. ദൈവമത്രയും നിങ്ങളുടെ പിതാവ്. ആ വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. മാലാഖിയുടെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. ഇവിടെ മാലാഖിയിലൂടെ ദൈവം ഈ വിശേഷണം അവതരിപ്പിക്കുന്നു. മകൻ അപ്പനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലോ, ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം ഇവിടെ. ദൈവം വ്യക്തമായി ഞാൻ നിങ്ങളുടെ അപ്പനാണ്. മാലാഖിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. മാലാഖി 2:10 പറയുന്നത്, നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത്, ഒരു ദൈവം തന്നെയല്ലോ നമ്മെ സൃഷ്ടിച്ചത്. അപ്പോൾ ദൈവം പിതാവെന്ന് അവതരിപ്പിച്ചിരിക്കുന്ന 7 വാക്യങ്ങളിൽ 8 തവണ കാണാം. അതോടൊപ്പം തന്നെ മറ്റ് 7 വാക്യങ്ങൾ ദൈവം പിതാവിനെ പോലെ മനുഷ്യർ ഇടപെടുന്നതിനെക്കുറിച്ച്. ഇപ്പോൾ ദൈവത്തിൻ്റെ പിതൃത്വം, ദൈവത്തിൻ്റെ പിതാവെന്ന അവസ്ഥ പുതിയ നിയമത്തിലാണ് ഏറ്റവും വ്യക്തമായി. കർത്താവ് യേശുവിൻ്റെ അധരങ്ങളിലൂടെ വ്യക്തമായി ദൈവത്തെ പിതാവെന്ന് പരാമർശിച്ചുകൊണ്ട് അവതരിപ്പിച്ച് വ്യക്തമായി ക്രിസ്തു യേശുവാണ്. അപ്പോൾ ഈ ശിശു നൽകപ്പെട്ട ഈ മകൻ നിത്യപിതാവാണ്. അവസാനമായൊരു വിശേഷണം സമാധാനപ്രഭു. സമാധാനം എന്ന് പറയുന്ന മശിഹയുടെ ഭരണത്തിൻ്റെ സ്വഭാവമാണ്. സമാധാനം എന്ന് പഴയുന്ന വാക്ക് സമ്പന്നമായൊരു വാക്കാണ്. സമ്പന്നവും പ്രാധാന്യം നിറഞ്ഞ വാക്കാണ്. എൻ്റെ എബ്രായ ഭാഷയിലുള്ള വാക്ക് നമുക്കറിയാം, ശാലോം. അത് വെറും സമാധാനമെന്നല്ല. അതിൻ്റെ മൂലഭാഷയിൽ അർത്ഥം പറയുന്നത്, ശരിക്കും അത് മലയാളത്തിൽ പറയാൻ ഇപ്പോൾ ബുദ്ധിമുട്ട് വരുമെങ്കിലും മൂലഭാഷ അർത്ഥം പറയുന്നത് അത് അതിൻ്റെ തികവിനെക്കുറിച്ചാണ്. സമസ്തം, സമ്പൂർണത. ഇംഗ്ലീഷിൽ ഹോൾനെസ്, സൗണ്ട്നെസ്, ഹെൽത്ത്, വെൽബീയിങ് എന്നൊക്കെ പറയുന്നത്. അതാണ് സമാധാനം എന്ന വാക്കിൻ്റെ അർത്ഥം. വെറുതെ പ്രശ്നമില്ലാതിരിക്കുന്ന അവസ്ഥയല്ല. ആ വ്യക്തിയുടെ തികവിനെ, സമസ്തത്തെ, സുഖം, ക്ഷേമം, സ്വസ്തി എന്നൊക്കെ പറയുന്ന അവസ്ഥ. ഒരു വ്യക്തി പ്രകാരമാണ് അതിനെ വിവരിച്ചത്. സമാധാനം എന്ന് പറയുന്നത് പ്രശ്നങ്ങളുടെ അഭാവമല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന വ്യക്തി തികവുള്ള വ്യക്തിയാണ്. അവനെല്ലാം സമസ്തം സുഖമാണ്, സമ്പൂർണമാണ്. അതാണ് സമാധാന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെറും പ്രശ്നങ്ങളില്ല എന്നുള്ളതല്ല. കർത്താവ് യേശു തൻ്റെ മരണത്തിന് തൊട്ട് മുമ്പ് ശിഷ്യന്മാരെ ആശ്വസിപ്പിച്ചുകൊണ്ട് യോഹന്നാൻ 14:27 പറഞ്ഞു, എൻ്റെ സമാധാനം ഞങ്ങൾക്ക് തന്നേച്ചു പോകും. കർത്താവ് യേശുവിൻ്റെ സ്വഭാവം അതായത് വളരെ തികവുള്ളവൻ, സമ്പൂർണ്ണ, വളരെ സ്വസ്ഥമായി സമസ്തവും സുഖമായിരിക്കുന്ന അവസ്ഥ. ഒന്നിനെക്കുറിച്ച് ആകുല ചിന്തയില്ല, ഭാരമില്ല, വേദനയില്ല, ഭയമില്ല, സങ്കടമില്ല, ഒന്നും. താൻ തികവുള്ളവനാണ്. അതാണ് വാസ്തവത്തിൽ സമാധാനം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. ദൈവത്തോട് സമാധാന ബന്ധമുള്ളവർക്ക് മാത്രമാണ് ചുറ്റിലുമുള്ളവരോട് സമാധാനത്തിലിരിക്കാൻ പറ്റും. അവർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാകില്ല. അസ്വസ്ഥതയും ആകുലതയും സങ്കടവും വേദനയും പ്രയാസവും ദേഷ്യവും സംശയവും ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിടും. കാരണം ദൈവത്തോട് സമാധാന ബന്ധം അനുഭവിക്കും. ഇവിടെ വ്യക്തമായിട്ട് ഈ പ്രവചനം വ്യക്തമായി പറയുന്നു. അതിൻ്റെ യെശയ്യാവ് 9-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ഇങ്ങനെയാണ് യെശയ്യാവ് പറഞ്ഞത്, അവൻ്റെ ആധിപത്യത്തിനും വർധനയ്ക്കും സമാധാനത്തിന് അവസാനമുണ്ടാവുകയില്ല. ഈ ഭരണത്തിന് അവസാനമില്ല. കാരണം നിത്യപിതാവാണ്, നിത്യമായി നിൽക്കുന്നവനാണ് ഈ ശിശു, ഈ മകനെ നൽകി തന്നത്. ദാവീദിന്റെ സിംഹാസനത്തിൽ നിന്ന് വാഴുന്ന നീതിയോടും ന്യായത്തോടും കൂടെ, എൻ്റെ അവസാനം പറയുന്ന 7-ാം വാക്യത്തിൻ്റെ അവസാനം, എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തുന്ന സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത അതിനെ നിവർത്തിക്കും. നീതിയും ന്യായത്തോടു കൂടി ഭരിക്കുന്ന ഒരു രാജാവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്.
നീതിയും ന്യായവും പഴയമകാലത്ത് പ്രവാചകന്മാരുടെ പ്രധാനപ്പെട്ട വിഷയമാണ്. യെശയ്യാ 1:17, യെശയ്യാ 28:17, യെശയ്യാ 42:1, 51:4, 56:1, ഹോസിയ 12:6, ആമോസ് 5:15-24, മീഖ 6:8 നീതിയും ന്യായവും എന്ന വിഷയം. ഇവിടെ ഒരിക്കലും അവസാനിക്കാത്ത ഒരു ഭരണത്തെക്കുറിച്ച് പറയുക. വെറും ഒരു സാധാരണ രാജാവല്ല ഇത്. മറ്റു പല രാജാക്കന്മാർ വന്നുകൊണ്ട് രാജാവിനെ കുറിച്ചല്ല പറയുന്നത്. രാജാക്കന്മാരുടെ രാജാവിനെ കുറിച്ചാണ് പറയുന്നത്. ആ രാജാക്കന്മാരുടെ രാജാവായ ഈ വ്യക്തിയുടെ ഭരണം നീതിയും ന്യായത്തോടു കൂടിയായിരിക്കും. നീതിയും ന്യായവും അവൻ സിംഹാസനത്തിന്റെ അടിസ്ഥാനമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ ഇത് കർത്താവ് യേശുവിനെ കുറിച്ചാണ്. മത്തായി 4:12-17 വരെ ഈ യെശയ്യാവിന്റെ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ മത്തായി 4 അവതരിപ്പിക്കുമ്പോൾ ദൈവാത്മാവ് കൃത്യമായി ദൈവാത്മാവ് കാണിച്ചിരിക്കുകയാണ്. യെശയ്യാവ് 9 പറഞ്ഞ ഈ ശിശു, ഈ മകൻ, ഈ ഭരണം നടത്തുന്ന ആധിപത്യം ചുമലിലുള്ള ഈ വ്യക്തി കർത്താവ് യേശു ക്രിസ്തു തന്നെയാണ്. മാത്രമല്ല അവസാനിക്കുന്നത് 7-ാം വാക്യം അവസാനിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത അതിനെ നിവർത്തിക്കും. ഇത് ദൈവമാണ് നിവർത്തിക്കുന്നത്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അപ്പം ഇതിൻ്റെ ഏകദേശം ഒരു ആശയം, ഈ 7 വാക്യങ്ങളെ കുറിച്ചുള്ള ഏകദേശം ആശയം നമ്മൾ നോക്കുമ്പോൾ ഇത് ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്നുള്ള ഇമ്മാനുവേലിൻ്റെ ആഗമനത്തെക്കുറിച്ചുള്ളതാണ്. അപ്പം നമ്മൾ ആദ്യം കണ്ടു ഇതിൻ്റെ ആദ്യ ഭാഗങ്ങൾ ഏറ്റവും അർത്ഥവത്തായ, മഹത്വമുള്ള, അനുഗ്രഹമുള്ള ചില അവസ്ഥകളെ അവതരിപ്പിക്കുകയാണ്. ഒരു വശത്ത് ഇരുട്ട് നിറയുന്ന അവസ്ഥ, ഇരുട്ടിൻ്റെ അന്തരീക്ഷത്തിലാണ് ഈ ഒരു ആഗമനത്തെക്കുറിച്ച് പറയുന്നത്. വെളിച്ചമാകുന്ന, പ്രകാശമാകുന്ന ആഗമനം, അത് കർത്താവിൻ്റെ ആഗമനത്തെക്കുറിച്ചാണ്. ലോകത്തിൻ്റെ പ്രതീക്ഷയുടെ ആഗമനമാണ് കർത്താവിൻ്റെ ആഗമനം. ഈശോ പറഞ്ഞ പോലെ ഇത് മറ്റൊരു സമയം നൽകുകയാണ്. മശിഹയുടെ ആഗമനം, ആ ആധിപത്യം അവൻ്റെ ചുമലിലാണ്. ലോകത്തിലെ രാജാക്കന്മാരിലല്ല, കർത്താവ് യേശുവിൻ്റെ ചുമലിലാണ് സകല ഭരണത്തിൻ്റെ ആധിപത്യമുള്ളത്. ആ വ്യക്തി അവതരിപ്പിച്ച പേരുകൾ നമ്മൾ കണ്ടു. അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. യെശയ്യാവ് ഇത് പറയുമ്പോൾ യെശയ്യാവിന് എല്ലാം മനസ്സിലായിട്ടാണോ പറയുന്നത്? ഒരിക്കലുമല്ല. നമ്മൾ സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വർഗത്തെക്കുറിച്ച് നമുക്ക് പല വിശദാംശങ്ങൾ ബൈബിളിൽ നമുക്ക് കിട്ടും. വെളിപാട് പുസ്തകത്തിൻ്റെ 21, 22 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോഴും മറ്റു ചില സൂചനകളൊക്കെ നമുക്ക് സ്വർഗത്തെക്കുറിച്ച് കിട്ടും. ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും, പക്ഷേ പൂർണ്ണമായും നമുക്കറിയില്ല സ്വർഗത്തെക്കുറിച്ച്. നമ്മൾ അവിടെ എത്തുവാൻ ദൈവകൃപയാൽ സാധിച്ചാൽ അന്നേരം നമ്മൾ പറയും, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇത്രയും എനിക്ക് മനസ്സിലുണ്ടായിരുന്നില്ല, ഞാൻ ഇങ്ങനെയും ചിത്രീകരിച്ചിരുന്നില്ല, ഭാവനയിൽ ഉണ്ടായിരുന്നില്ല, ഇതെത്ര മനോഹരമാണ്. ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കഴിവുകൾ കൊണ്ട് ചില കാര്യങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷേ യെശയ്യാവ് അങ്ങനെ തന്നെയായിരിക്കും. താൻ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ആ വലിയ വെളിച്ചത്തെക്കുറിച്ച്, പ്രകാശത്തെക്കുറിച്ച്, വരാൻ പോകുന്ന വലിയ വിജയത്തെക്കുറിച്ച്, ആനന്ദത്തെക്കുറിച്ചൊക്കെ അവതരിപ്പിക്കുമ്പോൾ, മശിഹയുടെ ഇമ്മാനുവേലിൻ്റെ ഭരണത്താൽ ഉണ്ടാകുന്ന ഈ അനുഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ യെശയ്യാ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ മശിഹയുടെ ആഗമനത്തിൽ 4 കാര്യങ്ങൾ പറഞ്ഞാൽ, ഒന്നാമത് യെശയ്യാവ് പറയുന്നത് അവൻ്റെ ആഗമനം ഇരുട്ടിനെ വെളിച്ചമാക്കും. ഇരുളെന്ന് പറഞ്ഞ അവസ്ഥ വെളിച്ചമാക്കും. അത് ഒന്നാമത്തെ 1-2 വാക്കുകൾ ഇത് കാണാം. ഇരുട്ടത്തിരിക്കുന്ന ജനമാണ് വലിയ വെളിച്ചം കണ്ടത്. ഇത് മത്തായി 4:12-16 വരെയാണ്. സത്യത്തിൻ്റെ വെളിച്ചം ജനങ്ങളിലേക്ക് പ്രകാശിക്കുക. ക്രിസ്തുവിൻ്റെ വചനം എന്നും സത്യമാണ്. ആ വചനം വെളിച്ചമാണ്. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് വെളിച്ചങ്ങൾ ലോകത്തിലുണ്ടെന്നർത്ഥം. യഥാർത്ഥ വെളിച്ചം ക്രിസ്തുവിലാണ്, ക്രിസ്തുവിൻ്റെ വചനത്തിലാണ്. ക്രിസ്തുവിൻ്റെ വചനവുമായി ബന്ധപ്പെടുന്നവർക്കാണ് ആ പ്രകാശം കിട്ടുന്നത്. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുണ്ട്, ഞങ്ങൾ നിൻ്റെ പ്രകാശത്തിൽ പ്രകാശം കണ്ടു. ദൈവത്തിൻ്റെ വചനങ്ങളുമായി സമ്പർക്കം പുലർത്തുന്ന ഉള്ളിൽ പ്രകാശമുണ്ട്. അവർക്ക് എവിടേക്കാണ് അവർ പോകുന്നതെന്നറിയാം. ഇവിടെ യാത്ര അറിയാം, വഴി അറിയാം, ലക്ഷ്യമറിയാം. ഇവിടെ കൂടെയുള്ളത് ആരെന്നറിയാം. ആ വെളിച്ചമാണ് ദൈവത്തിൻ്റെ വചനത്തിൽ തരുന്നത്. ഇവിടെ നഫ്താലിയും സെബൂലിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവരും ഇരുട്ടത്ത് നാശത്തിൻ്റെ വക്കിലിരുന്നവർക്കും ഇത് ലഭിക്കുകയാണ്. അപ്പോൾ ഇതൊരു പ്രകാശത്തിൻ്റെ കാലമാണ്, സ്നേഹത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും സത്യത്തിൻ്റെ കാലമാണ് കർത്താവ് യേശു ക്രിസ്തു ഭരിക്കുന്ന കാലം. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഭരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇത് നിറഞ്ഞു നിൽക്കും, വെളിച്ചമുണ്ടാകും. യോഹന്നാൻ്റെ ലേഖനത്തിൽ 1 യോഹന്നാൻ 2-11 വാക്യത്തിൽ യോഹന്നാൻ ഇപ്രകാരം ഇതോട് ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം വാക്യത്തിൽ യോഹന്നാൻ പറഞ്ഞത്, സഹോദരനെ പകയ്ക്കുന്നവനോ ഇരുട്ടിൽ ഇരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. ഇരുട്ട് അവൻ്റെ കണ്ണ് കുരുടാക്കിയാൽ എവിടേക്ക് പോകുന്നതെന്ന് അറിയുന്നില്ല. അപ്പോൾ സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്ത് വസിക്കുന്നവൻ ഇറച്ചയ്ക്ക് അവന് കാരണമില്ല. അപ്പോൾ 1 യോഹന്നാൻ 2:11 പറയുന്ന ഇത് ഇതിന് തുല്യമാണ്. നമ്മുടെ അടുക്ക വന്നത് വെളിച്ചമാണ്. ഈ ചുറ്റും നമ്മൾ മനുഷ്യനിർമ്മിതമായ വെളിച്ചത്തെക്കുറിച്ചല്ല, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളെക്കുറിച്ചുമല്ല. ഇത് ആത്മീയ പ്രകാശമാണ്. ഈ പ്രകാശം തരാനാണ് കർത്താവ് വന്നത്. ഇരുട്ടത്തിരിക്കുന്ന ജനം നിരാശയിലും മങ്ങലിലും തകർച്ചയിലും ആകുലതയിലും വേദനയിലും സങ്കടത്തിലും പ്രത്യാശയില്ലാതെ ജീവിക്കുന്ന ജനത്തിൻ്റെ നടുവിലേക്ക് വെളിച്ചമാണ്. 2ാമത് പ്രവാചകൻ പറയുന്നത്
ഈ വ്യക്തിയുടെ വരവോടുകൂടി എല്ലാ തകർച്ചകളും സമാധാനമായി മാറും. സമാധാനമായി മാറും. അവിടെ നമ്മൾ കണ്ടു 4-5 വാക്യങ്ങളിൽ ആ യുദ്ധത്തിൻ്റെ കാലം അവസാനിക്കുകയാണ്. ചുമക്കുന്ന നുകം, ചുമലിലെ കോല്, ദണ്ഡിപ്പിക്കുന്നതിൻ്റെ വടി, ഇതെല്ലാം ദൈവം ഈ വ്യക്തി ഒടിച്ചു കളയുകയാണ്. പീഡനങ്ങൾ അവസാനിക്കുകയാണ്. മശികയുടെ ആഗമനം എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കുന്നു. ഭൗതിക യുദ്ധത്തെക്കുറിച്ചല്ല, ആത്മീക പോരാട്ടം. ഇന്ന് പിശാചിനെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. പിശാചിൻ്റെ തലയെ തകർത്ത് ഒരു രാജാവെ വാഴുകയാണ്. എല്ലാ ബന്ധനങ്ങളെയും ബലവാനെ പിടിച്ചു കെട്ടി അവർ നമുക്ക് വേണ്ടി അനുഗ്രഹത്തോടെ വാഴുകയാണ്. അത് ശരിക്കും സമാധാനത്തിൻ്റെ വാഴ്ച തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സമാധാന പ്രഭു എന്ന് വിളിച്ചത് തന്നെ. കർത്താവ് യേശു നമുക്ക് വേണ്ടി നേടിത്തന്ന സമാധാനപരമായ ജീവിതം. ഒന്നിനെക്കുറിച്ച് നമുക്ക് ഇന്ന് ആകുലതയില്ല. ദൈവമക്കൾക്ക് നാളത്തെക്കുറിച്ച് പേടിയില്ല. കാരണം അവരെ നയിക്കുന്ന നല്ലൊരു ഇടയനാണ്. 3ാമത് പ്രവാചകൻ പറയുന്നത് ഹൃദയം സന്തോഷവും ആനന്ദം കൊണ്ട് നിറയ്ക്കും. ഈ വ്യക്തിയുടെ വരവ് കൊണ്ട് ഹൃദയത്തിൽ സന്തോഷവും ആനന്ദവും നിറയും. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്നു. എങ്ങനെയുള്ള സന്തോഷം? സന്തോഷം കൊയ്ത്തുകാലത്തിൽ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്ന പോലെയും ആകും. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഉപമകൾ കൊയ്ത്ത് പങ്കിടുമ്പോൾ, കൊയ്ത്തുകാലത്തുള്ള സന്തോഷം. എല്ലാം കൂടെ കൂടി ചേർന്ന് ആ കൊയ്ത്ത് പാടത്തിറങ്ങി കൊയ്യുമ്പോഴുള്ള സന്തോഷം, പാട്ടൊക്കെ പാടും. പിന്നെ കൊള്ള പങ്കിടുമ്പോൾ, അവരെ പീഡിപ്പിച്ച ശത്രുരാജ്യത്തെ തകർത്ത് ഒരു കൊള്ള പങ്കിടുമ്പോഴുള്ള സന്തോഷം. അതിനേക്കാളും വലിയ സന്തോഷമാണ് കർത്താവ് യേശു നമുക്ക് തരുന്നത്. നമുക്ക് വാസ്തവം ഇങ്ങനൊരു സന്തോഷമുണ്ടോ? കർത്താവ് ഭരിക്കുന്ന ജീവിതങ്ങൾ ആണ് നാം എങ്കിൽ ഈ സന്തോഷം നമ്മൾ നിലനിൽക്കുന്നുണ്ട്. സോ എൻ്റെ സന്തോഷമാണ് ഞങ്ങൾക്ക് തരുന്നത്. ദൈവത്തോടുള്ള ബന്ധത്തിൽ സത്യസന്ധമായി വിശ്വസ്തയോടെ നിന്ന കർത്താവ് അനുഭവിച്ചൊരു സന്തോഷമുണ്ട്. ആ സന്തോഷമാണ് നമുക്ക് നൽകിയിട്ട് പോയത്. 4ാമതായിട്ട് അവസാനമായിട്ട് യെശയ്യാപ്രവാചകൻ ഈ 7 വാക്യങ്ങളിൽ അവതരിപ്പിക്കുന്ന മറ്റൊരു കാര്യം, അവൻ്റെ വരവ് നമ്മളെ ദൈവഹിതത്തിന് അനുരൂപമാക്കും. നമ്മുടെ മനുഷ്യൻ്റെ ഇഷ്ടത്തിനപ്പുറം ദൈവഹിതത്തിന് അനുരൂപമാക്കും. കാരണം അവിടെ ദൈവഹിതം നമ്മളെ ഓർമ്മിപ്പിക്കും. അതാണ് 6-7 വാക്യങ്ങളിൽ ഇവിടെ വ്യക്തമായ ശിശുവിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നു. അവൻ നമ്മെ ഭരിക്കും, അവൻ്റെ ഹിതം നമ്മെ പഠിപ്പിക്കും. അപ്പം ഇത് ഇന്ന് നമ്മളെ ബാധിക്കുന്ന സന്ദേശമാണ്. യെശയ്യാവിൻ്റെ കാലത്തിലെന്ന പോലെ നമ്മെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്. അവൻ നമ്മുടെ രാജാവായി വാഴുമ്പോൾ നമ്മുടെ ഭരണം അവൻ്റെ ചുമലിലാണ്, അവൻ്റെ കൈകളിലാണ്. ആധിപത്യം അവൻ്റെ ചുമലിൽ മേലിരിക്കും. അവൻ നമുക്ക് വേണ്ട ആലോചന പറഞ്ഞു, അത്ഭുത മന്ത്രിയായിട്ട് നടക്കേണ്ട വഴികൾ, ജീവിതത്തിലെ പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിൽ എന്താണ് അതിനുള്ള ഉത്തരമെന്ന് അത്ഭുത മന്ത്രിയെപ്പോലെ നമ്മെ വഴി നടത്തും. ഇതുവരെ ആരും നടത്തിയിട്ടില്ലാത്ത വിധത്തിൽ സ്വർഗീയമായ ജ്ഞാനത്താൽ, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്താൽ കർത്താവ് യേശു ക്രിസ്തു തൻ്റെ വചനത്തിലൂടെ നമ്മെ നടത്തും. പക്ഷേ അതിന് നമ്മൾ വചനവുമായി ബന്ധമുള്ളവരായിരിക്കണം. ദൈവത്തെ ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. അവൻ്റെ നായകത്വം മറ്റെല്ലാ നായകന്മാരെക്കാളും വ്യത്യസ്തമാണ്. മറ്റെല്ലാ നേതൃത്വത്തെക്കാളും വ്യത്യസ്തമാണ്. അവൻ നിത്യപിതാവാണ്. അവൻ തളരില്ല, ക്ഷീണിക്കില്ല, മങ്ങിപ്പോകില്ല, അവസാനം വരെ നിൽക്കും നിത്യപിതാവാണ്. അവസാനം നമ്മളെ എത്തിക്കും. അവൻ ദാവീദിനേക്കാളും ഉന്നതനാണ്. ദാവീദിൻ്റെ സിംഹാസനമാണ് ഇരിക്കുന്നത്, പക്ഷേ ദാവീദിനേക്കാളും ഉന്നതനാണ്. അവനാണ് നമ്മുടെ രാജാവ്. ഈ ഒരു ചിന്തയോടുകൂടിയായിരിക്കാം യെശയ്യാവ് തൻ്റെ ഹൃദയത്തിൽ ഈ ഒരു ചിന്തകളും പ്രത്യാശയോടുകൂടിയായിരിക്കാം ഈ പ്രവാചകൻ മരണത്തിലേക്ക് പോയി. തനിക്കെല്ലാം മനസ്സിലായിട്ടില്ല, പക്ഷെ അത് ചിന്തിച്ചു, ധ്യാനിച്ചു. അത് തനിക്ക് കാണാൻ സാധിച്ചെങ്കിലെന്ന് പ്രതീക്ഷിച്ചിരിക്കാം. ഇതൊക്കെ വിളിച്ചു പറയുമ്പോൾ പ്രവാചകൻ ഒരു മനസ്സുള്ള വ്യക്തിയാണ്, ബോധവും ചിന്തയുമുള്ള ആളാണ്. ഇതൊക്കെ വിളിച്ചു പറയുമ്പോൾ ഒരു ശിശു നൽകപ്പെടുന്നു, ഒരു മകൻ നൽകപ്പെടുകയാണ്. ആധിപത്യമുള്ള ഒരു മകൻ, അത്ഭുത മന്ത്രിയായ മകൻ, നിത്യപിതാവെന്ന് വിളിച്ച, വീരനാം ദൈവം എന്ന് വിളിച്ച, സമാധാന പ്രഭു എന്ന് വിളിച്ച, എല്ലാ പ്രതികൂലങ്ങളെയും തകർത്ത് നമ്മെ സമാധാനത്തിൽ നടത്താൻ കഴിവുള്ള ഒരു രാജാവ് വരുന്നതിനെക്കുറിച്ച് യെശയ്യാവ് പറയുമ്പോൾ തീർച്ചയായും തൻ്റെ മനസ്സിൽ ആ പ്രതീക്ഷ ഉണ്ടായിരിക്കും. പക്ഷെ തൻ്റെ ജീവിതകാലം അത് പ്രസംഗിക്കുകയും അറിയിക്കുകയും അല്ലാതെ തന്നത് പൂർണ്ണതയിൽ കാണാൻ സാധിച്ചില്ല. തീർച്ചയായിട്ടും മനസ്സിൽ ധ്യാനിച്ച് കാണാം. ഇപ്പോൾ മറുരൂപ മലയിൽ വെച്ച് പത്രോസ്, യോഹന്നാനും യാക്കോബും കർത്താവേശുവിൻ്റെ മറുരൂപ അവസ്ഥ കണ്ടപ്പോൾ അത് പത്രോസിൻ്റെ ലേഖനം എഴുതുമ്പോൾ തൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന നമുക്ക് കാണാം. ദൈവമായുള്ള ബന്ധം യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നവർക്ക് അവർ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച സമയങ്ങൾ മറക്കില്ല, ദൈവം നടത്തിയ വിധങ്ങൾ മറക്കില്ല. ഇസ്രായേൽ പക്ഷേ സംഭവിച്ചു, അത് മറന്നുപോയി. ചെങ്കടൽ കീറി മുറിച്ച് ദൈവം അവരിൽ നടുവിലൂടെ നടത്തുമ്പോൾ 2 വശത്ത് ഇങ്ങനെ നദി മതിൽ പോലെ ഉയർന്നു നിൽക്കുന്ന അനുഭവം എങ്ങനെ മറക്കാൻ പറ്റും? ദൈവം നടത്തിയ വിധങ്ങൾ എങ്ങനെ മറക്കാൻ പറ്റും ഒരു ദൈവവൈതലിനെ? പക്ഷെ ഇസ്രായേൽ ജനങ്ങൾ അതൊക്കെ മറന്നു, മത്സരികളായി. ജഡത്തിൻ്റെ ആവശ്യം വന്നപ്പോൾ അതൊക്കെ മറന്നുപോയതുപോലെ അത് നമുക്കുള്ളൊരു സൂചനയാണ്. ഇവിടെ ഇതാ യെശയ്യാവ് ഈ കാര്യങ്ങൾ വിളിച്ചു പറയും. ഇതൊക്കെ തന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്
പക്ഷെ പൂർണ്ണമായി തന്നെ അനുഭവിക്കാൻ സാധിക്കുന്നില്ല. എങ്കിലും താൻ കടന്നുപോയി. പക്ഷെ നമ്മെ സംബന്ധിച്ച് യെശയ്യാവിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ഈ കാലഘട്ടത്തിലാണ്. യെശയ്യാവ് പറഞ്ഞ ഈ കാലത്തിലാണ്, വെളിച്ചത്തിൻ്റെ കാലത്തിലാണ്, ക്രിസ്തുവിൻ്റെ രാജാവിൻ്റെ ഭരണത്തിന് കീഴിലാണ്. മഷിക കടന്നു വന്ന് നമുക്ക് വേണ്ടി പാപവിനെ ഒരുക്കി തന്ന് അനുഭവിക്കുന്ന ആ കാലത്തിലാണ്. വീരനാം ദൈവമായ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ കീഴിലാണ്, അവൻ്റെ ആലോചനയുടെ കീഴിലാണ്, അവൻ്റെ നായകത്വത്തിൻ്റെ കീഴിലാണ്. അതെപ്പോഴും നമ്മൾ മറക്കരുത്. ഇതിന് തുല്യമായി മറ്റൊരു കാലം ഇനിയില്ല. ഇത് മഹത്വമുള്ള അതാണ് ഇവിടെ ഒന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞ കഷ്ടതയിരുന്ന ദേശത്തിന് തിമിരം നിൽക്കുകയില്ല. അവർ സെബുലൻ ദേശത്ത് നഫ്താലി ദേശത്തിന് ഹീനത വരുത്തിയെങ്കിലും പിന്നത്തെ കടൽ വഴിയായി യോർദാനൊക്കെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തി. നമ്മളെ മഹത്വത്തിൻ്റെ കാലമാണ് ക്രിസ്തീയ കാലം, പുതിയ കാലം, വെളിച്ചത്തിൻ്റെ തേജസ്സിൻ്റെ കാലം. ഈ കാലത്തിൽ നമ്മൾ ജീവിക്കുന്നു. ഇത് വെളിച്ചത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെയും ദൈവികമായ നായകത്വത്തിൻ്റെ കാലമാണ്. എത്രത്തോളം നാം അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്? ഹൗ ബ്ലസ്സഡ് വി ആർ. നമ്മുടെ അനുഗ്രഹത്തിൻ്റെ ആഴം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആ അനുഗ്രഹത്തെ യഥാർത്ഥത്തിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടോ? നമുക്ക് ലഭിച്ചിരിക്കുന്ന, നീട്ടി തന്നിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ആഴം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് യോഗ്യമായ നിലയിൽ നമ്മൾ ജീവിക്കാറുണ്ട്. ഇപ്പോൾ നമുക്ക് നൽകപ്പെട്ടത് ആയിരിക്കുന്ന അവസ്ഥയിൽ ഓർത്ത് സന്തോഷിക്കുക, അതനുസരിച്ച് ജീവിക്കുക. മുന്നിലേക്കല്ല, ഇനിയിപ്പോൾ അത് കിട്ടിയില്ലല്ലോ എന്നല്ല, നമുക്ക് നൽകി തന്നിരിക്കുന്നു. നമുക്ക് നൽകി തന്നിരിക്കുന്ന മഹത്വപൂർണമായ അനുഗ്രഹീതമായ ഈ കാലം, മഷികായുടെ ഭരണം, ക്രിസ്തുവിൻ്റെ വാഴ്ച, വെളിച്ചത്തിലുള്ള വാസം, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശം, നമ്മളിത് അനുഭവിക്കുന്നുണ്ട്. അനുഭവിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ട്. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കി. ഇവിടെ നിന്ന് ഇരുട്ടിൻ്റെ അധികാരത്തെ നമ്മളെ വെടിവിച്ചു കൊണ്ടുപോകും. അവൻ്റെ ശരീരമായ സഭയിൽ നമ്മൾ ആക്കി വെച്ചു. എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായ ഒരു ശരീരമായ സഭ. പക്ഷെ നമ്മളിന്നും പട്ടിണിയാണ്. ഒന്നും കിട്ടിയിട്ടില്ല എന്നൊരു വേദനയോടുകൂടിയാണ്. അവിടെയാണ് മനുഷ്യരായ നമ്മുടെ പരാജയം. നമുക്കുള്ളത് നമുക്കറിയില്ല. നമ്മളെവിടെയാണ്? നിങ്ങൾ ഈ കാണുന്ന പ്രവാചകന്മാർ, രാജാക്കന്മാരും കാണാൻ ആഗ്രഹിച്ചു, അവർക്ക് കിട്ടിയില്ല, നമ്മൾ കിട്ടി. യെശയ്യാവിന് പോലും അത് കാണാൻ സാധിച്ചില്ല. അവൻ്റെ നിവർത്തീകരണം നമ്മളിത് അനുഭവിക്കുകയാണ്. അത്ഭുത മന്ത്രിയുടെ നടത്തിപ്പ്, പരിപാലനം, വീരനാം ദൈവത്തിൻ്റെ സംരക്ഷണം, നിത്യനായ പിതാവിൻ്റെതായ നായകത്വം, സമാധാനത്താൽ നമ്മളെ നിറയ്ക്കുന്ന കർത്താവ് യേശുവിൻ്റെ സാന്നിധ്യം, ഇത് തുല്യമായി മറ്റെന്തുള്ളത്? അപ്പോൾ സമാധാനം എന്ന് പറയുന്നത് പ്രശ്നമില്ലാത്ത അവസ്ഥയല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. തുടരാം അടുത്ത പാഠത്തിൽ യെശയ്യാ 9:8 മുതൽ 10:4 വരെ പാപത്തിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധി എന്ന തലക്കെട്ടിൽ ആ വേദഭാഗം നമ്മൾ ചിന്തിക്കുന്നത്. വീണ്ടും കേൾക്കുക. ചില അവതരണങ്ങൾ ബുദ്ധിമുട്ട്. കാരണം നമുക്ക് യെശയ്യാ പ്രവചനം അത്ര വായിച്ച് പരിചയമുണ്ടാകില്ല. ചിലർക്കുണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നോ രണ്ടോ തവണ കേൾക്കുമ്പോൾ നമ്മുടെ പ്രായോഗികമായി ഇന്ന് നമുക്ക് വേണ്ടത് എന്താണെന്നുള്ള സന്ദേശം അത് സ്വീകരിക്കുക. എൻ്റെ ദൈവം ഇടവരുത്തട്ടെ. വീണ്ടും കാണാം അടുത്ത പഠനം.